നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞങ്ങളൊക്കെ പോയതിന് ശേഷം മാധ്യമപ്രവർത്തകർ നിങ്ങളുടേതായ രീതിയിൽ ഇന്നലെ ഇവിടെ വെടിവെപ്പ് നടത്തിയപ്പോൾ എത്ര പേരാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് അന്വേഷിച്ച് നോക്കൂ. ഇന്ന് വേണ്ട, തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മതി. 14 വയസ്സായ ഒരു കുട്ടിയുടെ നേർക്ക് തോക്ക് ചൂണ്ടേണ്ട എന്ത് സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? എന്തായിരുന്നു? സ്വന്തം അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിലവിളിച്ചാണ് കുട്ടികൾ പേടിച്ചിട്ട് ഭയന്നിട്ട്. ആ കുട്ടിയുടെ നേർക്ക് 14 വയസ്സായ കുട്ടിയുടെ നേർക്ക് നേരെ തോക്ക് ചൂണ്ടുകയാണ്. അതിൻ്റെ ഇളയതാണ് മറ്റൊരു കുട്ടി. പിന്നെ സുഹൃത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് ഇത്രയും പോലീസുകാർ നിൽക്കുമ്പോഴേക്കും നിലവിളിക്കാനല്ല എന്താ സാധിക്കുന്നത്? ഇത്രയും പേരും അവിടുത്തെ ഒരു ജീവനക്കാരൻ സുഖമില്ലാത്ത ആളാണ്, പൈസ വാങ്ങിക്കാൻ വന്നതാണ് ആശുപത്രി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ സുഹൃത്തിൻ്റെ സഹോദരൻ ഇത് അറിഞ്ഞുകൊണ്ട് വന്നു. ഇത്രയും പേരിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ആകാശത്തേക്ക് വെടിവെക്കേണ്ട എന്ത് സാഹചര്യം ഉണ്ടായിരുന്നു? നിങ്ങൾ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ നാളെ നിങ്ങൾ അന്വേഷിച്ച് നോക്ക്, അല്ലെങ്കിൽ പോലീസിൻ്റെ ഇൻ്റലിജൻസ് വഴി അന്വേഷിച്ച് നോക്ക്. അങ്ങനെയൊക്കെ തിരുവനന്തപുരത്ത് സംഘർഷമുണ്ടെന്ന് നിരന്തരം വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് സ്വന്തമായിട്ടൊരു ക്രെഡിറ്റിന് വേണ്ടി. ഇനി വെടിവെച്ച് കാപ്പ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത ഓഫീസറാണ്, അതുകൊണ്ട് ഭാവിയിൽ ഒരു ഗുഡ് എൻട്രിയൊക്കെ കിട്ടിയിട്ട് എനിക്കിപ്പോൾ തന്നെ അങ്ങ് എന്തെങ്കിലുമൊക്കെ നേടിക്കളയാമെന്നുള്ളൊരു വ്യാമോഹമാണ് ഞങ്ങൾക്കൊന്നും പറയാനില്ല. പക്ഷേ ഇത് നാടിന് അപകടമാണെന്നാണ് പറയാനുള്ളത്. അല്ല, അതൊക്കെ രാഷ്ട്രീയമായിട്ടില്ലേ? ഒരാളിനെ 4 ദിവസം ജയിലിലടച്ച് കാപ്പ കേസ് ചുമത്തി പറഞ്ഞാൽ ആകാശം ഒന്നും ഇടിഞ്ഞില്ല. ഞങ്ങൾ ഒരുപാട് കോർപ്പറേഷന് രാജ്യമൊക്കെ ഭരിക്കുന്ന പാർട്ടിയല്ലേ, അതൊക്കെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് നോക്കി. അതിലൊന്നും ഈ അയോഗ്യത പ്രശ്നം, ഭൂരിപക്ഷം, അതൊക്കെ രാഷ്ട്രീയമായിട്ട് നോക്കിക്കോളാം, ജനങ്ങൾ നോക്കിക്കോളും. പിന്നെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ തന്നെ പറഞ്ഞല്ലോ, ഒരു സ്വതന്ത്ര കൗൺസിലറെ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു മന്ത്രി വീട്ടിൽ വിളിച്ചിട്ട് പറയുകയാണ്, കോൺഗ്രസ്സുകാരോട് ഞാൻ സംസാരിച്ചോളാം, താങ്കളെ മേയറാക്കാം. ഈ മേയറാക്കാമെന്ന് പറഞ്ഞ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ വാർത്തയാണ്, എന്നോട് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ താങ്കൾ ഞങ്ങളോടൊപ്പം നിൽക്കുമെന്ന്, ഇത്രയും കോൺഗ്രസിനോട് ഞാൻ UDF ഞാൻ സംസാരിക്കാം, ഞങ്ങളും അവരും കൂടെ നിങ്ങളെ പിന്തുണയ്ക്കാം, നിങ്ങൾ മേയറായി എങ്കിലും വിജയം ഭരിക്കുന്നത്. ഇത്രത്തോളം നിലവാരം താഴ്ന്ന രാഷ്ട്രീയ ചർച്ച ചെയ്തൊരു സാഹചര്യത്തിൽ നിന്നാണ് ഞങ്ങൾ വലിയ ജനപിന്തുണയോടെ കഴിഞ്ഞ 5 മാസമായിട്ട് ഭരിക്കുന്നത്. അതുകൊണ്ട് അയോഗ്യതയും ഡീസ്റ്റെബിലൈസ് ചെയ്യണതിൻ്റെ കാര്യമൊക്കെ നമുക്ക് ജനങ്ങൾ ആലോചിക്കട്ടെ. ജനങ്ങൾക്ക് കിട്ടും. ഈ ജീവിതകാലം അത്രയും തന്നെ നാട്ടിലെല്ലാ സ്ഥാപനങ്ങളും ഭരിച്ചു കളയാമെന്നുള്ള വ്യാമോഹത്തെയൊന്നുമല്ല ഞങ്ങൾ രാഷ്ട്രീയം തുടങ്ങിയത്. അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലൊരു പാനിക് സിറ്റുവേഷൻ നാട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അനുയോജ്യമാണോ അല്ലയോ നിങ്ങൾ നോക്കുക. ഓക്കെ, നിങ്ങൾ തന്നെ അന്വേഷിച്ച് നോക്ക്. ഇവിടെ എത്ര പേരുണ്ടായിരുന്നു ആകാശത്തേക്ക്? ഞാൻ ഇവിടെ വന്ന് നോക്കിയാൽ സാധാരണ ഈ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ച് അപ്പുറത്തെ പശുവിൻ്റെ ദേഹത്തോ മുകളിലത്തെ തെങ്ങിൽ ഒക്കെയാണ് കൊള്ളുന്നത്. ഒരു കാര്യം ബോധ്യമായി, പോലീസ് മുകളിലോട്ട് വെടി. പിന്നെ വേറൊന്നുണ്ട്, ഈ പോലീസ് ഉദ്യോഗസ്ഥരും ഈ തോക്കും വെടിയുണ്ടയൊക്കെ ആ ED റെയ്ഡ് ചെയ്യാൻ വന്നപ്പോഴേക്കും ഉണ്ടായിരുന്നെങ്കിലേ അവിടെ പാവപ്പെട്ട ED ഉദ്യോഗസ്ഥർ അടിയിട്ടാതെ പോയേനെ. 8 മണിക്കൂർ ഒരു 10, 2000, 3000 പേര് തടിച്ചുകൂടി ED ഉദ്യോഗസ്ഥന്മാരെ കാറും അടിച്ചു പൊട്ടിച്ച് ബാങ്ക് മാനേജരെ ED ഉദ്യോഗസ്ഥരെയും തല്ലു കൊടുത്തനൊക്കെയും ഈ വിപിൻ ഇവിടെ ഇല്ലായിരുന്ന. അന്ന് വിപിനും വെടിയുണ്ടൊന്നും ഇല്ലായിരുന്ന. ഇവിടെ 2 കുട്ടികളെയും ഒരു സ്ത്രീയെയും കണ്ടപ്പോഴേക്ക് ആകാശത്തേക്ക് വെടിവെക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ശരി, നമുക്ക് നോക്കാം, കാണാം. ഓക്കെ, ശരി.